യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം നമ്മളിൽ ഓരോരുത്തരിലൂടെയും മഹത്വപ്പെടുവാൻ, ദൈവവചനത്തിൽ നാം ശക്തി പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് പിതാവായ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോ ഈ ലോകത്തെ ജയിക്കുന്നതിന് മുൻപായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിലാണ് പിതാവിനോട് എന്തും ചോദിക്കേണ്ടത്. ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നവനാണ്. ഞാൻ നിങ്ങളുടെ ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. യേശുവിലുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുമ്പോൾ ദൈവം നിന്നെ ഒരനുഗ്രഹമാക്കി മാറ്റും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നാളെ നമ്മൾ പെസഹ ആചരിക്കുകയാണ്. ആചരണങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും നമ്മൾ തിരിയുമ്പോൾ അത് യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള, എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ട്, ഈശോയാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത് എന്ന് ലോകത്തോട് ശക്തമായിട്ട് പറയുവാനും, ആ ഈശോയാണ് ഏക സത്യദൈവമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഉള്ള കൃപ നിനക്കുണ്ടെങ്കിൽ നീ എന്തും യേശുനാമത്തിൽ ദൈവത്തോട് ചോദിക്കും. നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. വിശ്വാസത്തോടെ യേശുനാമത്തിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ കിട്ടും. യേശുക്രിസ്തു ഈ നിമിഷം നിങ്ങളുടെ ഭവനത്തെയും നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങൾ വചനം പങ്കുവെച്ചു കൊടുക്കുന്ന വ്യക്തികളെയും, അവിടെയുള്ള എല്ലാ തിന്മകളെയും, അന്ധകാര ശക്തികളെ യേശുക്രിസ്തു ബന്ധിച്ച് ആ ഭവനത്തെ വിശുദ്ധീകരിക്കുന്നതിന്, ആ വ്യക്തികളെ വിശുദ്ധീകരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.